എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്തിൽ പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷമുണ്ടായി. പോലീസും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കുടുംബങ്ങൾ ഭീഷണി മുഴക്കി. ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷം കനത്തതോടെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്ഥലത്തു നിന്നും പിൻവാങ്ങി. ബദൽ സംവിധാനം സർക്കാർ ഒരുക്കാതെ നിലവിലെ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകില്ലെന്നാണ് കുടുംബങ്ങളുടെ നിലപാട്. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കമ്പലം മലയിടം തുരുത്തിൽ താമസിക്കുന്ന 8 പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലൻ സ്ഥലത്തെത്തിയത്. കമ്മീഷൻ നടപടികളുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ ഇതിന് കഴിഞ്ഞില്ല. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കുടുംബങ്ങൾ ഭീഷണി മുഴക്കി. താളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് അവർ ഉന്തി കൊച്ചിട്ട് പുറോട്ട് വീണിട്ട് തിന്നമ്മ കിടത്തിട്ട് ഒരു പോലീസുകാരെ ഇങ്ങനെ ഉരുട്ടി പോലീസുകാർ ഒരു വനിത പോലീസും എന്നിട്ട് നെഞ്ചിനെ പിടിച്ചാൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് കൊച്ചിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഭാഗത്ത് വെട്ടിക്കൊള്ളവർ ചെയ്തത്. സ്ഥലത്ത് നിന്ന് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമം വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ മുൻ MLA PV ശ്രീനിജനും രംഗത്ത് വന്നു. എന്തുകൊണ്ടാണ് 19 ഏക്കറും കയ്യേറിയിരിക്കുന്ന മറ്റു ആളുകളുടെ ഇടയിലേക്ക് ഈ വിഷയങ്ങളൊന്നും എത്താത്തത്? ഈ 2.5 ഏക്കറിൽ വരുന്ന SC കുടുംബങ്ങൾ, ദളിത് കുടുംബങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ കുടിയൊഴിപ്പിക്കുന്ന വിഷയം വരുന്നത്. അപ്പോൾ ഈ 19 ഏക്കറിലുള്ള ആളുകളുടെ അടുത്ത് മുഴുവൻ നോട്ടീസ് കിട്ടി അവരുടെ കയ്യിലുള്ള രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരാൾ പോലും, ഇൻക്ലൂഡിങ് ഈ ശങ്കരൻ നായർ പോലും, രേഖകൾ ഹാജരാക്കിയിട്ടില്ല. മലയിടം തുരുത്തിൽ നടക്കുന്നത് വലിയ പോലീസ് കടന്നുകയറ്റമാണെന്നും കർണാടക മോഡൽ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇതെല്ലാം കർണാടക മോഡലാണ്. കോൺഗ്രസിന്റെ ബുൾഡോസർ സംവിധാനം BJP ആണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ബാംഗ്ലൂരിനടുത്തുണ്ടായതുപോലെയുള്ള വലിയൊരു കടന്നാക്രമം തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന പ്രതിഷേധം വാർത്തയായതോടെ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ടു. തുടർന്ന് പ്രദേശത്ത് നിന്ന് പോലീസ് പിൻവാങ്ങി. വർഷങ്ങളായി താമസിക്കുന്നത് ഇവിടെയാണെന്നും ബദൽ സംവിധാനം ഒരുക്കാതെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. അച്ഛൻ്റെ അച്ഛൻ മുതൽ ഇവിടെ കിടക്കണം. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നത് ഞങ്ങളവിടെ. അന്നേരം മുതൽ ഇന്നിപ്പോൾ ഈ 2021 വർഷം മുതലാണ് ഇവർ ഞങ്ങളെ ഇടങ്ങേറാക്കി തുടങ്ങിയത്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു 15ാമത്തെ പ്രാവശ്യം വന്ന് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കാനായിട്ട് വന്ന് പോലീസുകാർ തിക്കി ഞെരിച്ച് പോലീസുകാരോട് കൂടി ഞങ്ങൾ ഈ അക്രമം ചെയ്തു വെച്ചിട്ടിരിക്കണം. 2023 കുടിയൊഴിപ്പിക്കുന്നതിനായി ആദ്യം അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തുന്നത്. എന്നാൽ വലിയ പ്രതിഷേധത്തെ തുടർന്ന് കമ്മീഷൻ മടങ്ങിപ്പോയി. പിന്നീട് 14 തവണ വീണ്ടും കമ്മീഷൻ എത്തിയെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്ന് മടങ്ങേണ്ടി വന്നു. അവസാനമായി എത്തിയത് കഴിഞ്ഞ മാർച്ചിലാണ്. ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി അരനൂറ്റാണ്ടായി തുടരുന്ന തർക്കമാണ് മലയിടം തുരുത്തിലേത്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷമാകും ഇനിയുള്ള നടപടികൾ. ന്യൂസ് മലയാളം, കൊച്ചി.